പ്രസിഡന്റ് ശ്രീ AD പോളിയും അതുപോലെ റീജിയണൽ പ്രസിഡന്റ് ശ്രീ ബാബു സാനിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന IN ഡിവിഷൻ നേതൃത്വം നടക്കുന്ന ഈ സമര പരിപാടിയുടെ സമരത്തിന്റെ അധ്യക്ഷനായിട്ട് പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ശ്രീ IN ഡിവിഷൻ AD പോളിയെ ഈ ധർണാ സമരത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നിയുക്ത മെമ്പർ നൈജോ പൈനാടത്ത് അവരുടെ യോഗാധ്യക്ഷൻ INTUC മണ്ഡലം പ്രസിഡന്റ് AD പോളി, ഉദ്ഘാടകൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് KP പോളി, കറുറ്റി മണ്ഡലം പ്രസിഡന്റ് CP സെബാസ്റ്റ്യൻ ചേട്ടൻ, റീജിയണൽ INTUC അങ്കമാലി പ്രസിഡന്റ് ശ്രീ ബാബു സാനി, KP അയ്യപ്പൻ, MT ജോസ്, സഹദേവൻ ചേട്ടൻ, റോയി, ഷാജു തെക്കക്കര, മറ്റ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മെമ്പർമാരെ, സ്നേഹമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ, ജനാധിപത്യ വിശ്വാസികളെ, 2005 മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് UPA സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി ലക്ഷ്യമിട്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം, കൃഷിഭൂമിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കല്, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കല് തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ട് തുടങ്ങിയ തൊഴിലുറപ്പ് പദ്ധതി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു താങ്ങും തണലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതിന് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന ഒരു നല്ല പേരിട്ട് ഇന്ത്യയിൽ ഒരു വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച ഒരു പദ്ധതിയാണ്. RSSന്റെ പിന്തുണയോടെ ഭരിക്കുന്ന ഈ BJP ഗവൺമെന്റ് ഇന്ന് അതിന്റെ പേര് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് മാറ്റി VBG റാംജി എന്ന് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അത് ലോക്സഭയിൽ നിലവിൽ പാസ്സായിരിക്കുകയാണ്. ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് INTUCയുടെ നേതൃത്വത്തിൽ കറുറ്റി പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ ഇന്ന് ഈ ധർണാ സമരം നടത്തപ്പെടുന്നത്. ആദ്യമേ തന്നെ അതിന് മുൻകൈയെടുത്ത അധ്യക്ഷൻ ശ്രീ AD പോളിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായി വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും മുൻ മണ്ഡലം പ്രസിഡന്റും ആയിരുന്ന ശ്രീ KP പോളിയാണ്. ശ്രീ KP പോളിയെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. INTUCയുടെ റീജിയണൽ പ്രസിഡന്റ് ശ്രീ ബാബു സാനിയെ യോഗത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ശ്രീ CP സെബാസ്റ്റ്യൻ ചേട്ടനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KP അയ്യപ്പൻ, സഹദേവൻ ചേട്ടൻ, MT ജോസ്, റോയ്, ഷാജു തെക്കക്കര, ലതിക ശശികുമാർ, അങ്ങനെ തുടങ്ങി ഇവിടെ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ നേതാക്കളെയും, അതോടൊപ്പം തന്നെ ഇന്ന് ഈ തങ്ങളുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും നല്ലവരായ നാട്ടുകാർക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ധർണാ സമരത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ KP പോളി, പ്രിയമുള്ള മണ്ഡലം പ്രസിഡന്റ് ശ്രീ CP സെബാസ്റ്റ്യൻ, ബ്ലോക്ക് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ KP അയ്യപ്പൻ, റീജിയണൽ പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് മെമ്പറും ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബാബു സാനി, പ്രിയമുള്ള കറുറ്റി ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ ലതിക ശശികുമാർ, പ്രിയമുള്ള ശ്രീ ഷാജു തെക്കേക്കര, റോയ് ഗോപുരത്തിങ്കൽ, നൈജോ പൈനാടത്ത്, ശ്രീ MT ജോസ്, ജിജോ പോൾ, പ്രിയമുള്ള പഞ്ചായത്ത് മെമ്പർമാര് മെറ്റി ബിജു, സിൽഡ ജോർജ്, സഹദേവൻ ചേട്ടൻ, പ്രിയമുള്ള നമ്മുടെ റിൻസി, പഞ്ചായത്ത് മെമ്പർ റിൻസി, ശ്രീ KP അശോകൻ, മണ്ഡല എക്സിക്യൂട്ടീവ്, പ്രിയമുള്ള ബെന്നി NT, റോയ് ഗോപുരത്തിങ്കൽ പറഞ്ഞു, പ്രിയമുള്ള ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളി സഹോദരികളെ, ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളായ ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്, BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് ഏർപ്പെടുത്തിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ നല്ല പദ്ധതിയായിരുന്നു ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് വഴി
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. ഈ രാജ്യത്തെ പാവപ്പെട്ടവന് ഏറ്റവും ആശ്രയമായ ഈ ക്ഷാമകാലത്തും മഹാമാരി കാലത്തുമൊക്കെ ജനങ്ങൾക്ക് ഏറ്റവും ഉപയുക്തമായ ഏറ്റവും നല്ല പദ്ധതിയായി ഈ രാജ്യം മുഴുവൻ ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു പദ്ധതി. അതിനെ ഞെരുക്കിക്കൊല്ലുന്ന പ്രവണതകളാണ്. ഇന്ന് ഈ പദ്ധതിയെക്കുറിച്ച് ചെറിയ ചരിത്രങ്ങൾ നമ്മൾ അറിയുന്നതല്ലതാണ്. ഇവിടെ പലരും ഇതിന്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെ ഉണ്ടായി എന്ന് ഇവിടെ വന്നിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം സമരങ്ങളൊക്കെ ഇവിടെ വെക്കുന്നത്. ഇവിടെ മഹാരാഷ്ട്രയിൽ സത്താറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മിട്ടൽ പാഗെ എന്ന് പറയുന്ന ഒരു വലിയ ദേശസ്നേഹി, ഒരു രാജ്യസ്നേഹി, നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന ഗാന്ധിജിയുടെ അരുമശിഷ്യനായിരുന്ന ആ പാഗെ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തിന്റെ ആശയമാണ് അദ്ദേഹം 1949 തൊഴിലുറപ്പ് നിയമം പാസാക്കണമെന്നും ഈ രാജ്യത്ത് തൊഴിലുറപ്പാക്കണമെന്നും ഒരു പൗരന്റെ അവകാശമാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ലേഖനമെഴുതിയ ഒരു വലിയ വ്യക്തിയായിരുന്നു. ആ മഹാനായ ആ പാഗെ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മഹാരാഷ്ട്രയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാനായിരുന്നു നിരവധി കാലം. ആ കാലഘട്ടത്തിൽ 1964-65 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജില്ലയായ സാംഗ്ലിയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആ ജില്ലയിൽ മാത്രം ഈ പദ്ധതി നടപ്പിലാക്കി, തൊഴിലുറപ്പ്. അങ്ങനെ ആ പദ്ധതിയുടെ വിജയം കണ്ടുകൊണ്ട് അതിനുശേഷം 65-ൽ അദ്ദേഹം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കരട് ബില്ല് അവതരിപ്പിക്കുകയും 5 വർഷം കൊണ്ട് 11 ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ 11 ജില്ലകളിൽ വിജയകരമായി നടപ്പിലാക്കിയ ഈ പദ്ധതി